അപ്പോൾ കോളിച്ചാൽ ടൗണിൽ നിന്നും നമ്മൾ രാവിലെ യാത്ര ആരംഭിക്കുകയാണ്. ഇന്ന് നമുക്ക് ഒരു ഫോർട്ട് വരെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. 32 കിലോമീറ്ററാണ് കാണിക്കുന്നത്. അവിടെ ചെന്ന് ഇന്ന് ഫോർട്ട് കണ്ടതിന് ശേഷം നാളെ അവിടുന്ന് പുറപ്പെടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. ഓട്ടോ സ്റ്റാൻഡ് കോളിച്ചാൽ. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ എന്തോ കേരള കോൺഗ്രസ് പാർട്ടിയുടെ എന്തോ പരിപാടി നടക്കുമെന്ന് തോന്നുന്നു. മാണിയാണോ ജോസഫാണോ ആർക്കറിയാം. മാലക്കല്ല്. മാളയാണോ മാലയാണോ? മാലക്കല്ല്. ഇതാണ് ഗ്രാനായ പള്ളി, മാലക്കല്ല്. രാജപുരം വഴി നിൽക്കാൻ സേബർ ഖാൻ വട്ടായി ഒന്നുമല്ലേ. ഫ്രാൻസിസ് നമ്മൾ മാലക്കല്ലിൽ നിന്ന് താഴേക്ക് പോവുകയാണ്.
മൊത്തം സ്റ്റേറ്റ് ഹൈവേ ആവട്ടെ. എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയല്ല. അതുകൊണ്ടാണ് ബന്തെടുക്ക പോയാലും ബദിയെടുക്ക പോയാലും എവിടെ പോയാലും കവുങ്ങ്, തെങ്ങ്, റബ്ബർ അത് മാത്രമേ ഉള്ളൂ. ഇതിലേ വന്നാലും തെങ്ങാണ് ഇവിടുത്തെ മെയിൻ. കണ്ണൂർ, കാസർഗോഡൊക്കെ തെങ്ങിൻ്റെ വിളയാട്ടമാണ്. ഫുള്ള് തെങ്ങിൻ്റെ പരിപാടിയേ ഉള്ളൂ. പറഞ്ഞു തീർന്നില്ല. കുരവെട്ടി താഴെയിട്ട് എൻ്റെ വല്ല ആവശ്യമുണ്ട്. എനിക്കത് പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. തേങ്ങ വെട്ടുന്നതാണ്. അപ്പം മലനിരകളൊക്കെ കാണാൻ കേട്ടോ ഫ്രണ്ടിൽ. കാസർഗോഡൻ മലനിരകൾ, അതിലൂടെയാണ് നമ്മുടെ യാത്ര. മലയിറങ്ങി വന്യജീവി ഒഴുക്കും. കള്ള പ്രവാസി ഹോട്ടൽ. അങ്ങനെ കാസർഗോഡ് ജില്ലയിലെ 4ാമത്തെ പ്രവാസി ഹോട്ടൽ കണ്ടു. പ്രവാസി ഹോട്ടൽ എവിടെ ഒരു മസ്ജിദ് ഉണ്ടോ അതിൻ്റെ അടുത്തൊരു പ്രവാസി ഹോട്ടലും കാണും. ബാക്കി ആരും പ്രവാസികളില്ല. മലയാളം എന്നൊരു നാടും കൊച്ചു മലയാളം എന്നൊരു നാടും. പള്ളി ഉണ്ടെങ്കിൽ അതിൻ്റെ സമീപം ഒരു ആക്രിക്കടയും കാണും, ഒരു ഫ്രൂട്ട് സ്റ്റാളും കാണും. അപ്പോഴത്തെ ഞങ്ങൾ രണ്ടും കൂടെ ഒന്ന് വഴിയിലിറങ്ങിയതാണ്. വാ, വഴിയിലിറങ്ങിയത് മറ്റൊന്നുമല്ല, ഞങ്ങൾ രാവിലെ കാപ്പി കുടിച്ചില്ലായിരുന്നു. അപ്പോൾ രണ്ടുപേരും കാപ്പിയൊക്കെ കുടിച്ച് വെള്ളമൊക്കെ കുടിച്ച് കുഞ്ഞി രാവിലെ അവൾ ചിക്കനൊക്കെ കഴിച്ചിട്ട് വന്നാൽ കേട്ടോ. ഇന്നലെ വഴി വന്നപ്പോഴത്തേനും 2 സാർമാർ നമുക്ക് ചിക്കനൊക്കെ തന്നു, ചിക്കൻ ഫ്രൈ തന്നുകൊണ്ട് അതൊക്കെ കഴിച്ച് വാ. എൻ്റെ കയറിയിരി കടിയിരി. ഇവിടുത്തെ ഡ്രമ്മിൻ്റെ മുകളിലൊക്കെ കയറിയിരിക്കുക ഒരുതി. കുഞ്ഞി എവിടെ ചെന്നാലും ഒരു ഗുണമുണ്ട്, കുഞ്ഞിയുടെ കളറിലുള്ള സാധനങ്ങളെ കിട്ടത്തുള്ളൂ. ഒരു തെങ്ങും തടിയാണേലും ശരി, മരത്തടിയാണേലും ശരി, ഇതാണ്ടേ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. ഡി എന്നാ പരിപാടി നിനക്ക്? ആണ്ടേ ഡ്രമ്മിൻ്റെ അകത്ത് ഹോളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇത് തന്നെ ഇവിടെ പരിപാടി. എന്നേലും കണ്ടു കഴിഞ്ഞാൽ അത് മുഴുവൻ ചെക്ക് ചെയ്തിട്ടേ അവിടെ നിന്ന് പോകത്തുള്ളൂ.
ഇങ്ങോട്ട് നോക്കി ഡി ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇവിടെ ഡി വഴക്ക് വാങ്ങിക്കുന്നീ ആ അവളവിടെ കിടപ്പ് തുടങ്ങി. അവൾക്ക് രാവിലത്തെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അന്നേരം കിടക്കണം, ശീലമാണ്. അരമണിക്കൂർ ഉറങ്ങിയില്ല അവൾക്ക് ഭയങ്കര സങ്കടമാണ്. എന്നിട്ട് ഞാൻ ഉറങ്ങുകയില്ല. ഇന്നലെയാണെങ്കിൽ ഒട്ടും ഉറങ്ങാൻ പറ്റിയില്ല. കേബിൾ ഡ്രമ്മിൻ്റെ ഒക്കെ മേളിലാണ് കയറി കിടക്കുന്നത് അല്ലേടി അല്ലേ? അടിപൊളി സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഹെയർ പിൻ വളമൊക്കെ കയറി വരുന്ന ഒരു മലയുടെ സൈഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇവിടെ കിടക്കണ്ട, കയറ് പോവാ, വാ 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 കയറടി. പോയേക്കാം 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 പോയേക്കാം. ഇവിടെ നിൽക്കണ്ട, നിന്നാലേ താമസിക്കും. ഇനി 30 കിലോമീറ്റർ കൂടെ ചവിട്ടാനുണ്ട്. വാ, ഉച്ചയ്ക്ക് മുമ്പ് 30 കിലോമീറ്റർ ചവിട്ടണം. എഴുന്നേക്ക് എഴുന്നേക്ക് എഴുന്നേക്ക്. അപ്പം നമ്മൾ ഒടയഞ്ചാലിയിൽ നിന്ന് നേരെ കാഞ്ഞങ്ങാട് റൂട്ട് പിടിക്കുവാണ്. हाँ हिंदी आती है। हमको थोड़ा वीडियो बनाना था। ओ सर मेरी यूट्यूबर है, थोड़ा वीडियो बनाना चाहता था। बनाओ। 2 मिनट दुकान में आएगा, इधर वही सही नहीं आ पाएगा ना। किधर है? सामने बार है ना। कौन सा दुकान? ये है सामने सैलून। सैलून में? हाँ अच्छा, थोड़ा वीडियो इधर का शूट करेगा तुम्हारा थोड़ा बात। ओके अभी शूट करो। അപ്പത്തെ ഒടയഞ്ചാല് കയറ്റമൊക്കെ ചവിട്ടി കയറ്റി നമ്മൾ പോവുകയാണ്. ഈ കയറ്റം കയറി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ട് ഒരു അർത്ഥം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കട്ടെ അതൊക്കെയാണ്. നല്ല കയറ്റമാണ് കേട്ടോ, അടിപൊളി കയറ്റം. ഇനി ഒരിറക്കം. ടയർ പഞ്ചർ അയ്യോ അപ്പം നമ്മൾ ബേളൂരിൽ നിന്നൊക്കെ ഇങ്ങനെ കയറിപ്പോന്ന്. കയറ്റമാണ് കേട്ടോ, മൊത്തം കയറ്റമാണ്. അപ്പോൾ കയറി വരുമ്പോഴത്തെ ഒരു കാഴ്ച ഉണ്ട്. മലയടി വാരത്ത് മുഴുവൻ കൃഷി, റബ്ബർ, തെങ്ങ്, വാഴ, ഇതൊക്കെയാണ് കൃഷികൾ. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ബേളൂരാണ്, ബേളൂർ. അപ്പം ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ, 20 കിലോമീറ്റർ കൂടെ ഉള്ളൂ നമുക്ക് നമ്മുടെ സ്ഥലത്തെത്താൻ. അപ്പോൾ അത്ര ഇന്ന് ചവിട്ടി ചെല്ലാമെന്നാണ് വിചാരിക്കുന്നത്. കുഞ്ഞ് ഇച്ചിരി ചൂടിൻ്റെ അസ്കിതയിൽ നിൽക്കുകയാണ്. നമ്മൾ നിർത്തി പതിയെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബേളൂരിൻ്റെ കാഴ്ചകളിലൂടെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബേളൂരിൻ്റെ കാഴ്ച എന്ന് പറയുമ്പോൾ എല്ലായിടത്തും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന സാഹചര്യമല്ല, കാരണം മുഴുവൻ കയറ്റമാണ്. അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോകുന്നു എന്ന് മാത്രം. ചില സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ നല്ല സീനറി കാണുമ്പോൾ മാത്രം സൈക്കിൾ നിർത്തി. പലയിടത്തും നമുക്ക് സൈക്കിൾ നിർത്താൻ പറ്റുന്ന അവസ്ഥയല്ല. ഇത് കണ്ടോ, ഇതുപോലെ ചെരിവുള്ള റോഡാണ്. അതുകൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ സൈക്കിൾ മറിഞ്ഞെന്നിരിക്കും, ഉരുണ്ട് പോകാനുള്ള സാധ്യത. അതായത് ഒരു കയറ്റത്തിന് ഒരു ഫ്ലാറ്റ് ഏരിയ ഇല്ല. ആ കയറ്റം ഇങ്ങനെ അങ്ങ് പോവുകയാണ് 2-3 കിലോമീറ്റർ.
ആ ഒരു അവസ്ഥ കൂടിയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് വലിയ കാഴ്ചകളൊന്നും നമുക്ക് തരാൻ പറ്റാത്തത്. ഓക്കെ, നമുക്ക് മുമ്പോട്ട് പോവാം. ഏരിയ VHS ഇതാണ് പുല്ലൂർ ഏരിയ. VHS ആണ് എൻ്റെ വലത്തുവശത്ത് കാണുന്നത്. ഇടതുവശത്ത് സ്ഥാപനം ഹാർലി കോട്ടേഴ്സ്. ദ്വാരക കോട്ടേഴ്സ്. മഹാവിഷ്ണു ക്ഷേത്രം. വലിയൊരു ക്ഷേത്ര കോംപ്ലക്സാണ് കേട്ടോ. ഇവിടുത്തെ രീതിയിലുള്ള ഒരു ക്ഷേത്ര കോംപ്ലക്സാണ്. ഒരു ആൽത്തറയൊക്കെ പണിത് വെച്ചിട്ടുണ്ട് പുതിയതായിട്ട്. ഇതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റേ ഒരു 3 പേര് ഇങ്ങോട്ട് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ വീഡിയോ പോലീസിന് കൊടുക്കാം. ഈ വീഡിയോ പോലീസിന് കൊടുത്ത് നമുക്ക് 2000 രൂപ എഴുതിപ്പിക്കാം അല്ലേ. സൂര്യനൊക്കെ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പം നമ്മളിവിടെ ഒരു പമ്പിൽ നമ്മുടെ പവർ ബാങ്ക് ചാർജ് ചെയ്യാൻ വേണ്ടി ഇട്ടാൻ വന്നതാണ്. രാവിലെ കിടന്ന ഒരു ക്വാറിയിലാണ്. ക്വാറി നിർത്തിപ്പോയൊരു ക്വാറിയാണ്. അപ്പോൾ ആ ക്വാറിയിലാണ് കിടന്നുറങ്ങിയത്. അതിനുശേഷം നമ്മളിങ്ങോട്ട് യാത്ര ചെയ്ത് അവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പമ്പ് കിട്ടി. അവിടെ നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്. പവർ ബാങ്കൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ ഈ വഴിക്കാണ് ഇനി പോകേണ്ടത്. കാഞ്ഞങ്ങാട് റൂട്ടാണ്. ഈ റൂട്ട് പോയി ബേക്കൽ കോട്ടയൊക്കെ കാണണം എന്നുള്ള ആഗ്രഹത്തിലാണ് പോകുന്നത്. ഇന്നലെ വൈകിട്ട് നമ്മൾ ചവിട്ടിയാലും അവിടെ എത്തിയേരാത്തതുകൊണ്ടാണ് നമ്മൾ ഇവിടെ സ്റ്റേ ആയത്. അപ്പോൾ കുഞ്ഞിതേ ഇവിടെ പുല്ലിൻ്റെ മേളിൽ കയറി ഇരിക്കുന്നുണ്ട്. ഞങ്ങളൊരു ചായ കുടിക്കാനും ഒന്ന് നടക്കാനൊക്കെ ആയിട്ട് പോവുകയാണ്. പോവാം. അപ്പത്തെ ഇതിൻ്റെ അപ്പുറത്തൊരു 2 ചായക്കടയുണ്ട്. ഒരു മഹാവിഷ്ണു ക്ഷേത്രമുണ്ട്. അപ്പോൾ അങ്ങോട്ടൊന്ന് നടന്നിട്ട് വരാമെന്ന് വെച്ച്. HP പമ്പാണ്. അപ്പോൾ നല്ല തിരക്കായിരുന്നു ഇവിടെ. അതുകൊണ്ട് നമ്മൾ കുറേ നേരം നമ്മുടെ പവർ ബാങ്കൊക്കെ ഇവിടെ കുത്തിയിട്ട് അത് കഴിഞ്ഞ് ടോയ്ലറ്റിലൊക്കെ പോയി. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം 10:30 അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. ഇത് കണ്ടോ, ഇവിടെ കിളിക്കൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട്. കിളികൾക്ക് വന്ന് കുടിക്കാൻ വേണ്ടി അവരുടെ പരിപാടിയാണ്. ഈ പുള്ളിയൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു കേട്ടോ. ഒരു കുഴപ്പമില്ല, വന്ന് സൈക്കിൾ വെച്ചോ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെയൊക്കെ രാവിലെ നടത്തി. അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ശരി, നമുക്ക് പോവാം. അല്ലേ കുഞ്ഞി, പോവല്ലേ? കുഞ്ഞി റെഡിയാണ്, നമ്മൾ പോവുകയാണ്. നമ്മൾ കാസർഗോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ, കാഞ്ഞങ്ങാടിന് യാത്ര ചെയ്യുമ്പം കാണുന്ന ഒരു വലിയ മഖാമാണിത്. പാറപ്പള്ളി വലിയുല്ലാഹി മഖാം ഷെറി. അപ്പോൾ നമ്മൾ യാത്ര ചെയ്തതിൽ ഏറ്റവും വലിയൊരു മഖാമായിട്ട് കണ്ടത് ഇത് മാത്രമാണ്. അപ്പോൾ അതിൻ്റെ ജുമാപ്പള്ളി അവിടെയാണ്. പാറപ്പള്ളി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഈ റൂട്ടിലൂടെ നേരെ പോവുകയാണ്. നമുക്ക് ബേക്കൽ ഫോർട്ടാണ് നമ്മുടെ ലക്ഷ്യം. ഏകദേശം 22 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ
സ്ട്രെയിറ്റ് ആയിട്ടുള്ള കാസർഗോഡിൻ്റെ റോഡുകളിലൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരി, യാത്രയിൽ പുതിയ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം.